Hello friends, Crafty Company Malayalam പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് മറ്റൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ പൊട്ടിയ ഫുട്ബോൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പഴകിയ ഫുട്ബോളൊക്കെ ഉണ്ടാവുമല്ലോ, കളഞ്ഞ ഫുട്ബോളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഫുട്ബോളിനെ നമുക്ക് എങ്ങനെ ഒരു ചെടിച്ചട്ടിയാക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ആ ഫുട്ബോളിൽ എങ്ങനെ നമുക്ക് ചെടി വളർത്താമെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴകിയ ഫുട്ബോൾ ഇല്ല, അല്ലെങ്കിൽ പൊട്ടിയ ഫുട്ബോൾ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലെ ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം ഒരു ചെറിയൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ ഒരു ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഫുട്ബോളാണ് എടുക്കുന്നത്. ഫുട്ബോൾ തന്നെ വേണമെന്നില്ല, ബാസ്കറ്റ് ബോളോ വോളിബോളോ അങ്ങനെയുള്ള എന്ത് ബോളും ആയാലും മതി. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ഫുട്ബോളിൽ കാറ്റടിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതിന് ചുറ്റുമുള്ള ആ ഭാഗത്തെ സ്റ്റിച്ച് നമുക്കൊന്ന് പൊട്ടിക്കണം, അത് മുറിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനൊരു കത്തി എടുക്കുന്നു. കത്തി ഉപയോഗിച്ചുകൊണ്ട് അതിന് ചുറ്റുമുള്ള ഭാഗം ഒന്ന് ആ സ്റ്റിച്ചൊക്കെ ഒന്ന് മുറിച്ച് കളയാണ് ചെയ്യുന്നത്. ഇതുപോലെ കത്തി ഉപയോഗിച്ചുകൊണ്ടൊന്ന് മുറിച്ച് കളയാം. പതിയെ ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം അതിൻ്റെ മുകളിൽ വരക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞിട്ട് വരുന്നതായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ട്യൂബ് ഉണ്ടാവും. നമുക്ക് ഈ ട്യൂബിൻ്റെ ആവശ്യമൊന്നുമില്ല, ആ ട്യൂബും ആ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല, അത് മാറ്റി വെക്കാം. നമുക്ക് ആകത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഫുട്ബോളിൻ്റെ ഈ ബാക്കിയുള്ള ഈ ബോഡി മാത്രമാണ് വേണ്ടത്. ഇതിപ്പോൾ അകത്തേക്ക് ഒട്ടിയിട്ടായിരിക്കും ഫുട്ബോൾ ഉണ്ടാവുക. അതൊന്ന് കൈയിട്ട് നിവർത്തി കൊടുക്കാം, അതായത് അകത്തേക്ക് ഒട്ടി നിൽക്കുകയായിരിക്കും. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഫുള്ള് മണ്ണൊക്കെയാണ് ഈ ഫുട്ബോളിനുള്ളത്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വെള്ളം കൂടി ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പിടിക്കില്ല. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് പെയിൻ്റ് അടിക്കണം. ഓയിൽ പെയിൻ്റാണ് എടുക്കുന്നുള്ളത്. ആദ്യം വെള്ള കളർ അടിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം കറുപ്പടിക്കാം. വെള്ളയും കറുപ്പുമാണ് നമ്മൾ എടുക്കുന്നുള്ളത്. ഇനി പെയിൻറ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, ഇവിടെ ഒരു കുഞ്ഞ് ഹെക്സഗൺ ഷേപ്പാണുള്ളത്. അതിന് ചുറ്റും വലിയ 5 ഹെക്സഗൺ ഷേപ്പാണ് ഉള്ളത്. അതായത് ഒരു ചെറിയ ഹെക്സഗണിന് ചുറ്റും വലിയ 5 ഹെക്സഗൺ ഉണ്ട്. അപ്പോൾ ചെറിയ ഹെക്സഗണിന് കറുപ്പ് കളറും വലുതിന് വെള്ള കളറുമാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഫുട്ബോളിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നുള്ളത്. അപ്പോൾ വെള്ളയും കറുപ്പും തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഒരാളുടെ മനസ്സിന് തോന്നുന്ന തരത്തിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ചുവപ്പോ മഞ്ഞോ ഓറഞ്ചോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ ഫുട്ബോൾ കാണുന്നത് വെള്ളയും കറുപ്പ് കളറിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഫുട്ബോളാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം മുഴുവൻ വെള്ള കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കറുപ്പ് കളർ കൊടുക്കാം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കറുപ്പ് കളർ കൊടുക്കാം. കുഞ്ഞ് ഹെക്സഗണിനൊക്കെ നമുക്ക് കറുപ്പ് കളർ കൊടുക്കാം. ഇതിപ്പോൾ ഒരുമിച്ച് കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഫുട്ബോളൊന്ന് പിടിച്ചിട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൈക്കൊക്കെ മുഴുവൻ പെയിൻറ് പറ്റും. അതുകൊണ്ടാണ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മറ്റൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇനി ഇതും കൂടി നന്നായിട്ട് ഉണങ്ങുന്നതിനായിട്ട് കാത്തിരിക്കാം. ഇതിപ്പോൾ മുഴുവൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പണിയെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് ചെടി നടാന്നുള്ളതാണ്. അതിനു മുമ്പ് കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ചകിരിയാണ്. ഇതിപ്പോൾ കുറച്ച് അധികം തന്നെ അതിൻ്റെ അകത്തേക്ക് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. എല്ലാം ഒന്ന് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചകിരി നിറച്ചതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഏത് ചെടിയാണോ നടുന്നത് ആ ചെടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറ്റിച്ചെടി ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. കുറ്റിച്ചെടി തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ചെടിച്ചട്ടിയിലൊക്കെ നടാറില്ല, ഇങ്ങനെ തൂക്കിയിടുന്ന ചെടികളിലൊക്കെ കാണാറില്ലേ, വള്ളിച്ചെടികൾ. അതാണെങ്കിലും കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതായത് ഫുട്ബോളിൽ നിന്ന് ഇങ്ങനെ വള്ളിച്ചെടികളൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ. അപ്പോൾ ഏതായാലും മതി, ഏത് ചെടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടാം. ഇതിപ്പോൾ നമ്മുടെ ഫുട്ബോളിൻ്റെ ആ മുകളിലത്തെ ഹോൾസും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ സൈഡിലെ മണ്ണൊക്കെ ഒന്ന് കട്ടാക്കി കുറച്ച് മെലിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ഇനി ബാക്കിയുള്ള മണ്ണൊക്കെ അതിന് ചുറ്റും ഇട്ടു. പിന്നെ അടുത്തതായിട്ട് ആ മണ്ണ് നമുക്ക് തികയില്ല. അതുകൊണ്ട് പറമ്പിലുള്ള സാധാരണ മണ്ണും അതേപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ ഈ ഫുട്ബോളിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണ് പിടിക്കുന്നുണ്ട്. അതായത് കുറച്ചധികം തന്നെ മണ്ണ്, ഒരു സാധാരണ സൈസുള്ള ഒരു ചെടിച്ചട്ടിയിലുള്ള അത്ര മണ്ണ് തന്നെ അതിൻ്റെ അകത്ത് നിറക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ നിറക്കുമ്പോൾ നമ്മുടെ ഫുട്ബോളിന് മുഴുവൻ ചെളിയും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. അതൊന്ന് വെള്ളത്തിൽ നനച്ച തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ തുടച്ചു കൊടുക്കുക, എന്നാലേ ഉണങ്ങുമ്പോഴേക്കും വൃത്തിയാവുള്ളൂ. പിന്നെ ഉണങ്ങിയിട്ട് തുടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മുടെ ചെടിച്ചട്ടി, അതായത് ഫുട്ബോളിൽ നട്ട ചെടി റെഡിയായി കഴിഞ്ഞു.
ഇതിപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ മുന്നിൽ സാധാരണ ചെടിച്ചട്ടി വെക്കുന്നത് പോലെ അതിന് പകരമായിട്ട് ഇത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിത്തൂക്കാറുണ്ടല്ലോ കയറിൽ, അതുപോലെ കെട്ടിത്തൂക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ മുമ്പ് വാങ്ങിച്ച കെട്ടിത്തൂക്കുന്ന തരത്തിലുള്ള ചെടിച്ചട്ടി അതിൻ്റെ കയറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വാങ്ങാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ സാധാരണ കയറ് ഇതുപോലെ തന്നെ 4 കയറ് തമ്മിൽ കൂട്ടിക്കെട്ടിയതിന് ശേഷം വേണമെങ്കിൽ ഇതുപോലെ ആക്കാം. നമുക്ക് ഇതുപോലെ തൂക്കിയിടാം. ഇതിപ്പോൾ ഒരു ചെടി ആയതുകൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഭംഗിയുള്ളതായിട്ട് തോന്നില്ല. പക്ഷേ അടുപ്പിച്ച് നിരനിരയായിട്ട് ഇപ്പോൾ ഒരു 5 or 6 ഇതുപോലെ ഫുട്ബോളിൽ ചെടി നട്ടതിന് ശേഷം തൂക്കിയിട്ടത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒന്നാലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫുട്ബോളിൻ്റെ ഇതുപോലെ പൊട്ടിയ ഫുട്ബോളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ഒരുമിച്ച് ഒരു 5-6 എണ്ണമൊക്കെ തൂക്കിയിട്ടിട്ട് കാണാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധാരണ രീതിയിൽ കയറില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിലത്ത് വെച്ചിട്ടായിട്ട് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുട്ബോൾ ഇല്ല, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫുട്ബോൾ ഇല്ല, പക്ഷെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സൈസിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ബോൾ വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം ഒരു 40-50 രൂപയായിരിക്കും ആ ബോളിന്റെ പൈസ എന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ബോൾ വാങ്ങിച്ചതിന് ശേഷം ഇതേപോലെ അതിന്റെ മുകൾ ഭാഗത്ത് ഓട്ടയിട്ടതിന് ശേഷം അതിൽ ഇതേപോലെ ചെടി നടാം. അതിന്റെ ചുറ്റും ഫുട്ബോളിന്റെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ കറുപ്പും വെളുപ്പ് നിറത്തിലുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിന്റെ ഒപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.